ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് സൺഡേ ആയിട്ട് എല്ലാവരെയും പരിപാടി? ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഡേറ്റ്സൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കർട്ടനൊക്കെ ഒന്ന് മാറ്റുമ്പം ഒരു നല്ല പ്രകാശവും ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് തോന്നും അല്ലേ? അതൊക്കെ ചുറ്റൊന്ന് ക്ലിയർ ആക്കാമെന്ന് വെച്ചു. ഇന്ന് നല്ല പ്രകാശമുണ്ട്. രാവിലെ ഒരു ചൂട് ചായയോട് കൂടി തന്നെ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ഇങ്ങനെ ബുദ്ധയുടെ അടുത്ത് ഇങ്ങനെ കത്തിച്ച് വെക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും, ഒരു പ്രകാശം, ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം, സുഖം ഒക്കെ നമുക്ക് കിട്ടും. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് രാവിലെ തന്നെ തോന്നും. അപ്പം നമുക്കങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങാം. ഒരു ദോശയും കറിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയപ്പം മുഴുവൻ നല്ല ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പായൽ പോലെ ഈ ഷെയ്ഡിൽ നിന്നെല്ലാം വീണ് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് പിന്നെ മുഴുവൻ ഇങ്ങനെ ഗ്രാസൊക്കെ വളരെയധികം വളർന്നു, എല്ലാം ഇങ്ങനെ അല്ലാതെ കിടക്കുക. ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതിൻ്റെ ഇടയ്ക്കുള്ള പഴയ ലീഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് ചെടികൾ, അവരിങ്ങനെ നോക്കാനുമൊക്കെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. പലതരം കളറിലെ ചെടികളും അവയുടെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാനും അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ കളകളൊക്കെ എടുത്ത് മാറ്റി അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു പ്രത്യേക രസമല്ല. നമുക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളെങ്കിലും അത് വളരെ നന്നായിട്ട് നമ്മൾ നടത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ? ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ഉള്ള കളകളൊക്കെ അപ്പം തന്നെ എടുത്ത് മാറ്റുകയാണെങ്കിൽ വീണ്ടും പുതിയ നല്ല നല്ല ലീഫ് വരും. ആ ചെടിക്ക് ഒരു പ്രത്യേക ഉണർവ് കിട്ടും. മറ്റേ ഇങ്ങനെ അതിനകത്ത് തന്നെ ഇങ്ങനെ പഴയ ചെടികളും ഇലകളും ഒക്കെ ആയിരിക്കുമ്പോൾ ആ ചെടി മൊത്തത്തിൽ ഇതാവും. പുല്ലെല്ലാം കട്ട് ചെയ്ത് ഗാർബേജ് ഇടുന്ന ഒരു ബാഗിനകത്തൊക്കെ മാറ്റി ഗാർബേജ് ഇടുന്ന ബോക്സിനകത്തൊക്കെ ഇട്ട് അതിനെ അങ്ങോട്ടേക്ക് മാറ്റും. രാവിലെ നല്ല പണിയായിരുന്നു. 2 സൈഡും കിച്ചണിൻ്റെ പുറകിലും ഫ്രണ്ട് യാർഡും കുറച്ച് സ്ഥലമുണ്ട്, എല്ലാം ക്ലീൻ ചെയ്തു. ഒരു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. 2 ഏരിയയും ക്ലിയറാക്കി. കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വ്യത്യസ്തരമായ ഇവിടെ കിട്ടുന്ന പലതരത്തിലുള്ള ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയേക്കാണ്. പിന്നെ എൻ്റെ ചെറിയ മിനുക്ക് പണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. അതൊക്കെയില്ല, എന്ത് രസമല്ലേ? എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ കാണുമ്പോൾ തന്നെ. ഇത് നമ്മുടെ കിച്ചൺ സൈഡാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ എനിക്കിങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോയെന്നറിയില്ല. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇതെന്താ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ്. ഇങ്ങനെ അല്ലായിരുന്നു നമ്മൾ ഈ വീടാദ്യം താമസിക്കാൻ വന്ന സമയത്ത്. മൊത്തം കുറേ ചെടികളല്ല, കൂടെ ഇതൊക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കായിരുന്നു. മുഴുവൻ കാട് പിടിച്ച് കിടക്കായിരുന്നു. നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുത്തതാണ് ഇതിനെ. പിന്നെ കൂടുതൽ ഇങ്ങനെ ഞാനിവിടെയൊക്കെ വെക്കുന്ന പല കാര്യങ്ങളും തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾ, പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഈ വീട്ടിൽ തന്നെ കുറേ ഇങ്ങനെ കുറച്ച് ടൈലൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കൊണ്ടൊരു ബോർഡർ പോലൊക്കെ ചെയ്തു. നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഇഷ്ടിയൊക്കെ വെച്ച് ചെയ്യില്ല, അതുപോലെ ഒരു പഴയ ചെയർ ഉണ്ടായിരുന്നു. അതിന് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ ബേഡ്സിനുള്ള ഫുഡൊക്കെ ഇട്ട് വെക്കും. രാവിലെ നിറയെ പക്ഷികൾ വരും, അവർ വന്ന് അതൊക്കെ കഴിക്കും. കാണാൻ നല്ല രസമാണ്. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് നട്ടിട്ടുണ്ട്. അത്യാവശ്യം കിളിച്ച് വരുന്നുണ്ട്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതൊക്കെ ഇങ്ങനെ ഞാൻ ഇതിൻ്റെയൊക്കെ സീഡ് ഇങ്ങനെ ഇട്ടതാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെന്താണ്, കുറച്ച് ടൊമാറ്റോ ഒക്കെ നട്ട് വെച്ചു. അതൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നു. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക കുളിർമയാണ്. ഈ ഫുൾ പൂക്കളും ഇലകളുടെ പച്ചപ്പും ഒക്കെ ഒരു പ്രത്യേക ഉന്മേഷം രാവിലെ നമുക്ക് കിട്ടും. പ്രത്യേക സന്തോഷമാണ് അതൊക്കെ കാണാൻ. അങ്ങനെ ഒരു ചെറിയ ഒരു കിളിക്കൂടാണിത്, ഞങ്ങളുടെ കിളിക്കൂട്.